തുടങ്ങി. ഓക്കെ, സെൻറ്റ് ജോസഫിൽ ഞങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ പീഡിയാട്രിക് ഫ്ലോറിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത്. ഇത് നൺസിൻ്റെ ഹോസ്പിറ്റൽ, അതായത് കാതലിക് ഹോസ്പിറ്റൽ. അവിടുത്തെ ആ നൺസൊക്കെ ആണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. അവർ കൂടുതൽ പേരും പിന്നെ അയർലൻഡുകാരെ, പിന്നെ അയർലൻഡ്, ഇംഗ്ലണ്ട്, ഇവിടുത്തുകാരാണ് കൂടുതൽ പേര്. അവരൊക്കെ മിക്കവാറും പേര്, എൻ്റെ സൂപ്പർവൈസറുടെ പേര് ഹിലറിയാണ്, മേരി ഹിലറി എന്നാണ്. ഒരു നല്ല സൂപ്പർവൈസറായിരുന്നു. അവർ കാരണമാണ് എനിക്കവിടെ പിന്നെ അത്രയും നാൾ, വളരെ നാൾ അവിടെ ജീവിക്കാനും സന്തോഷമായിട്ട് കഴിയാനും അനേകരെ അവിടെ പിന്നെ ജോലിക്ക് പിന്നെ കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരി പിന്നെ റെക്കമെൻഡ് ചെയ്ത് ഒത്തിരിയും പേർക്ക്, നേഴ്സസിനും അല്ലാതെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് സിസ്റ്റർ ഹിലറി മുഖാന്തരം. എന്നെ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. പിന്നെ ഒരമ്മയെപ്പോലെ അവർക്ക് എന്നോട് കാര്യമായിരുന്നു. എന്തുവാണെന്നറിയത്തില്ല, വളരെ കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവിടെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പുള്ളിക്കാരി എന്നെ വിളിക്കും. ഒരു തലവേദനയാണെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ട് പറയും, അവിടെ വന്ന് ഇന്നത് എടുക്കണം, മറ്റത് എടുക്കണം എന്നൊക്കെ ഒക്കെ പറയും. പക്ഷെങ്കിൽ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പറയാം. ഞങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തില്ല. അന്ന് ഇൻഷുറൻസിനൊക്കെ ഒത്തിരി പൈസ കയ്യിൽ നിന്ന് വേണ്ടുകൊണ്ട് ഇൻഷുറൻസ് എടുത്തില്ല. അത് പുള്ളിക്കാരത്തിക്ക് അറിയാം. എടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യമൊക്കെ പുള്ളിക്കാർ തന്നെ കൊണ്ടുത്തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളെ സിഡ്രയുടെ കൂട്ടത്തിൽ ഞങ്ങൾ പിന്നെ ചർച്ചിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ഇവിടെ ചിക്കാഗോയിൽ വന്നിട്ടുണ്ട്. അവരന്നേരം വിളിച്ച് ചോദിച്ചു, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ, ഞങ്ങൾക്കിവിടെ ജോലിയില്ല, ഞങ്ങളിവിടെ വന്നു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. അന്നേരം ഞാൻ സിസ്റ്റർ എല്ലാവരോടും ചോദിച്ചു, ഇന്ന പോലെ 2 പേര് ഉണ്ട് ഇവിടെ, അവർ RNs ആകാൻ പോകുന്നവള്, ഗ്രാജുവേറ്റ് നഴ്സസ് ആരും RN ആയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞ പോലെ. അന്നേരം ഗ്രാജുവേറ്റ് നഴ്സസിനെ എടുക്കുന്ന സമയം നമ്മൾ കൊണ്ടുപോകും, ഒക്കെ ടേക്ക് മീനോ, ടെൽ ദം ടു കം മീനോ. പുള്ളിക്കാരി പറഞ്ഞാൽ പിന്നെ അങ്ങ് എടുക്കും. അതുകൊണ്ട് പുള്ളിക്കാരുടെ ഇതുകൊണ്ട് അല്ലെങ്കിൽ എടുക്കത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും. എനിവേ അവരെ വിളിച്ചു, അവരിവിടെ വന്നു. അവർ ഒന്ന് പുതുപ്പള്ളിക്കാരിയും പിന്നെ മറ്റേ അങ്കമാലിക്കാരിയാണ്, 2 പേരും വന്നു. അത് കഴിഞ്ഞ് അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി. എനിക്കൊരു ചെറുകൂട്ടം മറ്റൊരു ഫാമിലിക്കാരാണ്, ഈ പൊന്നമ്മയെന്ന് പറയാം, അവർ ഫാമിലിക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങൾ അന്നേരം ഇവർ വരുന്ന ആ സമയത്ത് ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിലാണ് താമസിക്കുന്നത്. അവിടെ ആ ഭാഗത്തായിരുന്നു. ഇവർ ഫാമിലി ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ കൂടെ ആരെങ്കിലും കൂട്ട് വേണ്ടേ. അങ്ങനെ അവിടെ താമസിച്ച് പിന്നെ ഞങ്ങൾ ഇവർ വന്ന സമയം നോക്കി സെൻറ്റ് ജോസഫിനടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു. അപ്പാർട്ട്മെൻറ്റിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. താമസ സൗകര്യം ഉണ്ടല്ലോ ഒന്നും കൊണ്ട്. പക്ഷേ പിന്നെ ആർക്കും ഡൂഷൻ എന്ന് വെച്ചെന്നാൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ വെരി ഡിഫിക്കൽട്ട്. ആർക്കും കാറില്ല, ഡ്രൈവിംഗ് ഇല്ല. ഈ വരുന്നവരെയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം ഇതിനിടയ്ക്ക് ഞാൻ ഗാൽവെസ്റ്റോണിൽ നിന്ന് ഇങ്ങോട്ട് ഹ്യൂസ്റ്റണിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. 2 ആഴ്ചത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വന്ന വരവിനെ ഫ്രീ വേ വെച്ച് 45 ഫ്രീ വേ ഇങ്ങോട്ട് മിഡിൽ എവിടെയാണ്, എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഓർക്കുന്നില്ല, അവിടെ വെച്ച് കാറ് സൈഡിൽ കൊണ്ടങ്ങ് ഇടിച്ച് കാറ് നല്ല പോലെ ഡാമേജായി. ഇൻഷുറൻസും ഇല്ലൊന്നുമില്ല. എനിവേ അവർ കാറ് കൊണ്ട് അവിടെ കൊണ്ടുപോയി ഒക്കെ ഫിക്സ് ചെയ്യാൻ കൊണ്ടുപോയി അത് പിന്നെ കിട്ടുന്നതെന്നാന്ന് പോലും അറിയത്തില്ല. അന്നേരം ഹ്യൂസ്റ്റണിൽ വരുമ്പം നമുക്ക് കാറും ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഫിലിപ്പിയൻ നേഴ്സസ് എനിക്ക് ഡ്രൈവ് ചെയ്തു തരുമായിരുന്നു, റൈഡ് തരുമായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരത്തിക്ക് ഓഫാണ്. അന്നേരം റൈഡ് തരാൻ ആരുമില്ല. ജോലിക്ക് ഇങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, ജോലിക്ക് പോയേ ഒക്കത്തുള്ളൂ. എനിവേ പുള്ളിക്കാരി പിന്നെ അന്ന് രാവിലെ പിന്നെ വിളിക്കുന്നത് എങ്ങനെയാണെന്നും കൊണ്ട് ഞാൻ തന്നെ നടക്കാൻ കുറച്ചേ ഉള്ളൂ, നടന്ന് ഞാൻ അങ്ങോട്ടങ്ങ് പോയി. പിന്നെ മെഡിക്കൽ
ഐ എം സോറി, ഇസ് മെഡിക്കൽ സെൻ്റർ, സെൻറ്റ് ജോസഫ് അല്ല, ഗോ ബാക്ക് ടു മെഡിക്കൽ സെൻ്റർ, ഐ എം സോ സോറി. പിന്നെ എനിവേ അവിടുന്ന് നടന്ന് കുളിച്ച് നനഞ്ഞ് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെന്നു. ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഐ എം സോറി ടു ഇൻ്ററപ്റ്റ്. ഓക്കെ, എനിവേ ബാക്ക് ടു സെൻറ്റ് ജോസഫ്. ഓക്കെ, സെൻറ്റ് ജോസഫിൽ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുക. അവരെല്ലാം വളരെ നല്ല ഇതായിട്ട് ഇടപെടുകയും വെക്കുകയും ചെയ്തു. ഇങ്ങനെ ജൈനമ്മയെന്നും മറ്റേ ആളിൻ്റെ പേര് തങ്കമ്മയെന്ന, രണ്ടുപേരും കൂട്ടുകാരായിട്ട് വന്ന് അവരെൻ്റെ റൂംമേറ്റ്സായിട്ട് ഞങ്ങൾ കുറേ നാളെ അങ്ങനെ റൂംമേറ്റ്സായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഫ്രണ്ട്സിനെ, ഞങ്ങളുടെ ഫ്രണ്ട്സെ, അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ വരുന്ന മുഴുവനെ റെക്കമെൻഡ് ചെയ്യുന്ന ഈ സിസ്റ്റർ ഹിലറിയ. അവർ റെക്കമെൻഡ് ചെയ്ത് പല ഫ്ലോറുകളിലായിട്ട് പലരെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഇത് നേഴ്സസ് തന്നെയല്ല, പിന്നെ വേറെ പഠിച്ചിട്ടുള്ള ആണുങ്ങൾ വന്ന് അവിടെ ജോലി കിട്ടാൻ വലിയ പ്രയാസം. അവർ പലരെയും അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലെ പുള്ളിക്കാരുടെ റെക്കമെൻഡേഷനും കൊണ്ട് അവിടെ ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പോകേണ്ട സമയമായിരുന്നു. ഞങ്ങൾ 6നായില്ല, ഗ്രാജുവേറ്റ് നേഴ്സ് ആയുള്ളൂ. മറ്റേടത്ത് 6നാകണ്ട, ഇങ്ങനെ എക്സ്ചേഞ്ച് വിസിറ്റിങ്ങിന് വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ ഇനി 6നായിട്ട് പഠിക്കാനായിട്ട് പല ബുക്കുകളുണ്ട്. അന്ന് 5 സബ്ജക്റ്റ് 6 പരീക്ഷ എഴുതുന്നതിന് പല ബുക്കുകൾ മേടിക്കണം. അതിനൊക്കെ ഭയങ്കര വിലയാണ്. അതൊക്കെ മേടിക്കാനുള്ള പൈസയൊന്നും അധികമൊന്നും കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം നല്ല ലൈബ്രറികളിലൂടെ പോയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ബുക്കുകൾ എടുത്തിട്ട് ഇരുന്ന് രാവും പകലും പഠിക്കുന്ന വെച്ചാൽ നല്ലപോലെ പഠിക്കും. നമുക്ക് ഇവിടുത്തെ പരിചയമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വളരെ പഠിച്ചു. പിന്നെ ഒരു പ്രയാസം എനിക്കുണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിച്ചെടുത്ത് ഈ സൈക്യാട്രി അധികം ഞങ്ങൾക്ക് പഠിപ്പിക്കുക, ഒരു ശകലം കുറച്ചേ പഠിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നല്ലപോലെ പഠിക്കേണ്ടി വന്നു. പഠിച്ചാലും ശരിക്കും മനസ്സിലാകില്ല, കാരണം അത് പഠിച്ചിട്ട് സൈക്യാട്രി ഈസ് എ ഡിഫറൻറ്റ് സബ്ജക്റ്റ്, അത് നേഴ്സിങ്ങിൻ്റെ ഇതല്ല, വേറൊരു ഇതാണല്ലോ. അതുകൊണ്ട് അതിന് സ്വല്പം പ്രയാസം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് അതുകൊണ്ട് അതിന് പോയിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നു. ക്ലാസ് എടുക്കണമെന്ന് അവർ പറഞ്ഞില്ല, എനിക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി. അന്നേരം ഈ ജൈനമ്മയൊക്കെ ഉണ്ടായത്, ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു ക്ലാസ്സിന് പോകുന്നത്. ക്ലാസ്സൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പോയി സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതാൻ പോയ കാര്യമാണ് അടുത്തത്. പിന്നെ എഴുതാൻ പോയിട്ട് ആദ്യമേ സൈക്യാട്രി കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 72-ലോട്ടാകുന്നു. 72-ലാണ് ഞങ്ങൾ ഇങ്ങനെ ആദ്യം എഴുതാൻ പോകുന്നതും എടുക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് 72 ഡിസംബറിൽ പിന്നെ ഓരോരുത്തരൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വിസയും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പം നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിനൊന്നും പ്രയാസമില്ല. അതുകൊണ്ട് എല്ലാവരുമൊക്കെ നാട്ടിൽ പോകാൻ തുടങ്ങി. ഞാൻ പിന്നെ ഡിസംബറിൽ പോകാനായിട്ട് ആയി. മറ്റവരൊക്കെ ഓരോ മാസങ്ങൾ ഇങ്ങനെ പലരുമൊക്കെ പോയി, ചിലരൊക്കെ പോയി നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ചിപ്പം കഴിച്ചു. ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. പിന്നെ അന്നേരമാണ് വിവാഹം നടക്കുന്നത്. നാട്ടിൽ പോയി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ അന്നത്തെ നാട്ടിലെ പോക്കൊക്കെ അല്ലേ. ഇവിടുന്ന് ഞാനൊരു ടേപ്പ് റെക്കോർഡറ്, ഒരു വ്യൂ മാസ്റ്റർ, ഒരു ക്യാമറ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊക്കെയാണ് പോയത്. അവിടെ ബോംബെയിൽ എയർപോർട്ടിൽ ചെന്ന് ഇന്ന ദിവസം വരുമെന്നൊക്കെ വീട്ടുകാർക്ക് എഴുതിയായിരുന്നു. അവിടെ ബോംബെയിൽ എയർപോർട്ടിൽ ചെന്നപ്പോഴേ പിന്നെ അന്നേരം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഫ്ലൈറ്റ് ഇല്ല. അന്നേരം ഇവർ വീട്ടിലെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇന്ന സമയത്ത് വരുന്നതും കൊണ്ട് കൊച്ചിയിൽ അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞു എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എക്സൈറ്റഡ് ഇരിക്കുക. അന്നത്തെ പേരൻസിൻ്റെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്ന് ടെലഫോണില്ലല്ലോ, ഒന്ന് വിളിച്ച് പറയാനോ എടുക്കാനോ. ഞങ്ങൾ ഇത് താമസിച്ചു പോയി, പിന്നെ ഇതായി, അതുകൊണ്ട് നാളെ വരുമെന്ന് പറയാൻ ആരുമില്ല. അവിടെ എയർപോർട്ടിൽ ചോദിച്ചിട്ട് ആർക്കൊന്നും അറിയാം. അവരോട് ചോദിക്കുന്നു, ഇവരോട് ഒന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല. അങ്ങനെ അവർ വളരെ വിഷമിച്ചു. എനിവേ പിറ്റേഴ്സ് ആയപ്പോഴത്തേക്ക് പിന്നെ ഇത് പ്ലെയിൻ കെട്ടി ഞാൻ അവിടെ എത്തി പിറ്റേ ദിവസം. അന്നേരത്തേക്ക് ആ സമയത്തേക്ക് ഇവരറിഞ്ഞു ഇങ്ങനെ ക്യാൻസലായി. ആരോ വിളിച്ച് പറഞ്ഞു, പിന്നെ എയർപോർട്ടിൽ ആരോ പറഞ്ഞു ഇന്നപോലെ ക്യാൻസലേഷൻ, അതുകൊണ്ടാണ് താമസിക്കാതെ വരൂ എന്നൊക്കെ പറഞ്ഞ്. പിറ്റേ ദിവസം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ എക്സൈറ്റായിട്ടൊക്കെ ചെല്ലുന്നതും എടുക്കുന്നു. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് അതിൻ്റെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ കാണുന്നത്. നമ്മൾ സംസാരിച്ചത് തന്നെ തിരിച്ചു കേൾക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ അതിശയം
അതിശയായിരുന്നു അന്ന് അതിയായിട്ട്. അത് കഴിഞ്ഞ് ഈ വ്യൂ മാസ്റ്റർ കണ്ടപ്പോൾ അതായിരുന്നു അവിടെയുള്ള ദേശത്തുള്ളവരെല്ലാം അത് കാണാൻ വരുമായിരുന്നു. വ്യൂ മാസ്റ്ററും ഇവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല. വി കനോട്ട് യുനോ ക്യാമറയൊന്നും അവിടെയൊന്നും അധികം പേർക്കൊന്നുമില്ല. ഞങ്ങളുടെ ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ രസമായിരുന്നു. വളരെ അങ്ങ് എന്തുമാത്രം ആൾക്കാരാന്ന് കാണാൻ എന്നെ കാണാൻ. ഞാൻ ഏതാണ്ട് ഒരു മിഥ്യാവസ്തു പോലെ എന്നെ കാണാനായിട്ടൊക്കെ എത്ര പേരാ വരും ഞാൻ ഓർക്കും. ഒത്തിരി ആൾക്കാർ വരികയും എടുക്കുകയൊക്കെ. എനിവേ ആ സമയത്തേക്കാണ് കല്യാണാലോചന വന്നത്. പിന്നെ സണ്ണിച്ചായൻ്റെ കല്യാണാലോചന ഞങ്ങൾക്ക് വരുന്നു. ഞങ്ങളുടെ ഒരു പിന്നെ എൻ്റെ പിന്നെ തിരുവല്ലായി ഉണ്ടായിരുന്ന വാർഡന്, ഞങ്ങളുടെ നഴ്സിംഗ് വാർഡന പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ ഈ കല്യാണം ആലോചിക്കുന്നത്. അത് തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരാണെന്നത് പുള്ളി ഈ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത മർത്തമ്മ കോളേജ് അവിടെ പഠിച്ചതാണ്. അവിടെ വന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആളാരാന്നുള്ളതോ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പച്ചനെ അമ്മച്ചി ഇവരൊക്കെ വർത്താനം പറയും. പ്രത്യേകിച്ചും ബ്രദറുകാരൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വർത്താനമൊക്കെ പറയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ അറിയാവുന്നേ ഉള്ളൂ. എനിവേ ഇങ്ങനെ പ്രപ്പോസൽ വന്നു പുള്ളിക്കാരി. കുറ്റപ്പുഴ ഞങ്ങളവിടെ പൊയ്ക്കൊണ്ടിരുന്ന കുറ്റപ്പുഴ ബ്രദറൻ ചർച്ചിലാണ് പൊക്കോ. അവിടെയും വന്ന് കണ്ടിട്ടുണ്ട്. അവിടെ വരുമ്പോഴേയും ബൈബിളൊക്കെ എടുത്ത് വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളത്ര വലിയ അറ്റൻഷൻ കൊടുക്കുകയല്ലോ. എനിവേ കണ്ടിട്ട് കൊടുത്തിട്ടും ഉണ്ട്. ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിവേ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വന്നു. പിന്നെ എനിക്ക് ആകെപ്പാടെ എല്ലാം ഓൾ ടുഗദർ 1 മന്ത് തന്നെ ഈ സിസ്റ്ററിൻ്റെ ഹെൽപ്പ് കൊണ്ട് എനിക്ക് 1 മന്ത് കിട്ടിയത്. അത്രേ ഉള്ളൂ. എനിക്ക് തിരിച്ച് വന്നേ ഒക്കൂ. ആദ്യത്തെ വെക്കേഷനാണ്. തിരിച്ച് വന്നേ ഒക്കത്തുള്ളൂ. അതിനിടയ്ക്ക് കല്യാണം നടക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇവർ വന്നു എടുത്തു കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് നല്ല പഠിത്തവും എടുക്കുകയും എല്ലാം ഉണ്ട്. പിന്നെ LLB അന്നേരം പഠിച്ച് തീർന്നിട്ടില്ല. അന്നേരം എനിവേ എല്ലാവരും വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പിന്നെ ഈ വന്നതിൽ ഒരാളെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് ഞങ്ങൾ തിരുവല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഉപദേശിയുണ്ട് പിന്നെ പ്രസംഗിക്കാൻ. അവിടെ അവിടുത്തെ ചാപ്പലിൽ പ്രസംഗിക്കാൻ. അത് പുള്ളിക്കാരൻ്റെ അങ്കിളായിരുന്നു. പുള്ളിയുണ്ട് കൂട്ടത്തിൽ. ഈ പുള്ളിക്കാരനോടൊക്കെ ഞങ്ങളുടെ ഫാദറിന് ഞാൻ ഇതിനിടയ്ക്ക് ഒരു സബ്ജക്റ്റ് മാറ്റി പറയാം. എൻ്റെ ഫാദറിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 3 പെൺമക്കളാണ് ഉള്ളത്. ഇങ്ങനെ ഞങ്ങൾ യാക്കോബ സഭയിൽ നിന്ന് ബ്രദറൻ സഭയിൽ വന്നപ്പം എൻ്റെ മറ്റുള്ള ഗ്രാൻഡ് പേരൻസ് അവരെല്ലാം പറഞ്ഞു, നിൻ്റെ മക്കളെ ഒന്നിനെയും പിന്നെ ബ്രദറൻ സഭയിലും കെട്ടിക്കുകയല്ല. ഒന്നുമില്ല, ഹിന്ദുക്കൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും, ഇവർ കൊണ്ടുപോകും, ഒരിക്കലും കെട്ടിക്കാനൊക്കെ. അത് അച്ഛനെ വളരെ വിഷമിപ്പിച്ചൊരു കാര്യം. അതുകൊണ്ട് ഈ പറഞ്ഞ അങ്കിളെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അപ്പം ഞങ്ങളെ കാണാൻ വന്നു. പുള്ളിക്കാരൻ തിരുവല്ല വരുമ്പോൾ ആ പുള്ളിക്കാരൻ ബ്രദറുകാരനായതുകൊണ്ട് പുള്ളിക്കാരോട് ഇപ്പം പിള്ളേരെ ഞങ്ങൾക്ക് 3 പെൺപിള്ളേരുള്ളൂ, 3 പെൺപിള്ളേരെ എനിക്ക് ബ്രദറെ കെട്ടിക്കണം എന്നൊക്കെ പറയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ആടണോ ഓൾ ദീസ് തിങ്സ്. എനിവേ പുള്ളിക്കാരനുകൊണ്ട് കൂടെ പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് എക്സൈറ്റഡ് ആയി. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇവരാ വരുന്നതൊന്നും അറിയത്തില്ല. ഇവർ പെണ്ണ് കാണാൻ വരുമല്ലോ. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇവരുണ്ട്. പലരെ എനിക്കറിയാവുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെയൊക്കെ അറിയാമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്നും വർത്താനം പറഞ്ഞിട്ടോ അങ്ങനത്തെ വർത്താനം ഒന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ ഉറച്ചു കൊടുത്തു. കല്യാണം ഞങ്ങളുടെ ഡിസംബർ 22 കഴിഞ്ഞു. പിന്നെ 22 അല്ലായിരുന്നു, 22 കല്യാണം കഴിഞ്ഞു. പിന്നെ 72 ഡിസംബർ. പുള്ളിയുടെ പേര് സണ്ണി. പിന്നെ ഇപ്പോൾ ഡോക്ടർ സണ്ണി എഴുമറ്റൂര്. പുള്ളിക്കാരൻ അന്നേരം LLBക്ക് MA കഴിഞ്ഞ് LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ആയിരുന്നു തോന്നുന്നു. ഈ വർഷം ലാസ്റ്റ് ഇയർ ചെയ്യുന്നു. സോ എനിവേ ഞങ്ങളുടെ കല്യാണം അവിടെ വെച്ച് കഴിഞ്ഞു. അന്ന് അതിലും രസമായിട്ട് അന്നത്തെ ക്യാമറയൊക്കെ സ്മോൾ വെഡിങ്, നോട്ട് ബിഗ് വെഡിങ്, സ്മോൾ വെഡിങ്. എനിക്ക് അതിലൊന്നും വലിയ ആഗ്രഹമുള്ളൂ. വലിയ വെഡിങ് അവരെയൊക്കെ ആളുകളെ ഒന്ന് കാണിക്കുക എന്നുള്ള സ്വഭാവം പണ്ട് I don't like it. We don't like it. So it was a very small wedding. എൻ്റെ പേരൻസൊക്കെ പറഞ്ഞു that to have a big wedding. No, I said no.
ജസ്റ്റ് എ സ്മോൾ വെഡിങ്. എനിവേ സ്മോൾ വെഡിങ് ആയിരുന്നു. അതിന് ക്യാമറ ഞങ്ങളുടെ പിക്ചർ എടുത്തത് ഞാൻ കൊണ്ടുപോയി സ്മോൾ ക്യാമറ കൊണ്ടുള്ള പിക്ചർ. വി ഡോണ്ട് ഹാവ് എനി ബിഗ് പിക്ചർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അത് കല്യാണം കഴിഞ്ഞേച്ച് ഞങ്ങൾ പോയി ഒരു പിക്ചർ എടുത്തു, അതേ ഉള്ളല്ലാതെ പോയി സ്റ്റുഡിയോയിൽ പോയിട്ട് പിക്ചർ എടുത്ത് അതേ ഉള്ളു ആ പിക്ചർ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഐ തിങ്ക് വി വർ ദേർ അബൌട്ട് 2 weeks. ഇനിയും തുടങ്ങണമെന്നുണ്ടോ? ഇനിയും പുള്ളിയെ ഓക്കെ ഓക്കെ. അവിടെ ഞങ്ങൾ ആകെപ്പാടെ 2 ആഴ്ച ഓൾ ടുഗദറുണ്ട്. ആ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് പോകണമല്ലോ അല്ലേ. 2 ആഴ്ച കൊണ്ട് പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, പല സ്ഥലങ്ങളിലും പോയി എടുത്തേച്ച് കഴിഞ്ഞ് എനിക്ക് പോന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ഇങ്ങോട്ടും പോരുന്നു, ബോംബെ വരെ ഞങ്ങൾ ഒരുമിച്ച് വന്നിച്ച് പുള്ളിക്കാരനെ പഠിക്കുന്നിടത്ത് നോർത്ത് ഇന്ത്യക്കും പോയി, ഞാൻ ഇങ്ങോട്ടും ഇങ്ങ് പോകുന്നു. ഇവിടെ പിന്നെ ഹ്യൂസ്റ്റൺ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നു. പിന്നെ അടുത്ത പരിപാടികളിലൊക്കെ ജോലിയിലൊക്കെ കയറി. പിന്നെ ഐ ഹാഡ് ടു ഫിനിഷ് മൈ സ്റ്റേറ്റ് ബോർഡ് എക്സാം ബിക്കോസ് ഐ ഹാവ് only 4 subjects. I had to get one more. Psychiatry I didn't get it. So we are ready to go and write the exam, വന്നു. Next month we went for the state board exam, and by the grace of God we got the license. Next month we got ഞങ്ങൾ പാസ്സായി, ലൈസൻസ് കിട്ടി. സോ ഹാപ്പി. പുള്ളിക്കാരനെ എല്ലാവരെയും അറിയിച്ചു ഞങ്ങളിങ്ങനെ ആറിനായി എന്നുള്ള കാര്യമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഐ ലൈക്ക് ടു ഹെൽപ്പ് എനി പീപ്പിൾ. സോ ഐ ലേൺ എങ്ങനെയായിട്ട് ബോർഡ് എഴുതുന്നതിൻ്റെ ടെക്നിക്കും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഒരു എക്സാജറേഷൻ അല്ല, ഐ ഹാവ് ടു സോ മെനി nurses. They couldn't pass the board, so they all call me from different states. ഞാൻ അവരോട് പറയാം അതിൻ്റെ ടെക്നിക്, how to write the exam, how to study, how to answer the question, that kind of thing, and what kind of question there is a possibility to come, this kind of question, that kind of question, that. So I was helping them for a lot of people. So അതുപോലെ ഒരുപാട് ആ സമയത്തൊക്കെ എന്നെ വെച്ച് അങ്ങ് ഭയങ്കര കാര്യം, ബിക്കോസ് എല്ലാവർക്കും പാസ്സാകണം, പിന്നെ സ്റ്റേറ്റ് ബോർഡ് പാസ്സാകണം. അങ്ങനെ പലരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് ഗോ ബാക്ക് ടു ഡ്രൈവിങ്. ഓക്കെ, ഡ്രൈവിങ് വി ഹാഡ് ടു ഇപ്പോൾ ഈ സമയത്തേക്ക് അവിടെ ഒരു 8-10 നേഴ്സസ് വന്നു കഴിഞ്ഞു ഇവിടെ സെൻറ്റ് ജോസഫിൽ ജോലി ചെയ്യാൻ. പക്ഷേ നോബഡി ഹാവ് എ റൈറ്റ് ടു ഗോ ടു വർക്ക്. My car, the maximum you can keep 5 people. Actually 4 passenger car, but she's keep 5. But you won't believe I was taking 8 ladies in one car, and they just hanging there. ഞാൻ അവരെയും കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സെൻറ്റ് ജോസഫ് പാർക്കിംഗ് ലോട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേ അവിടുത്തെ ഈ അവിടെ നോക്കുന്ന ആള്, പുള്ളിക്കാരൻ അവരെല്ലാം കൂടി നോക്കി ഇത് പറഞ്ഞെന്നാൽ ഈ ലോറി, ഈ നാട്ടിലെ ലോറി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രക്ക് പോകുന്ന പോലെ ശബ്ദം, ഇത്രയും പേര് സ്മോൾ കാർ ഇത്രയും പേരെയും കൊണ്ട് അവിടെ ഇറക്കുമ്പോഴത്തെ ഇവരെല്ലാം അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ വലിയ അതിശയമായിട്ട് നോക്കി നിൽക്കും. ഇപ്പോൾ അവരതിശയം ചെയ്താൽ ഐ ഹാവ് ടു ഹെൽപ്പ് യു, ദേ നീഡ് എ റൈഡ്, ദേ ടു ഗോ ടു വർക്ക്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തീരെ കുറവാണ് അവിടെ, എവിടെയൊന്നും അങ്ങനെയൊന്നുമില്ല. അത് തന്നെയല്ല, ആർക്കും പൈസയില്ല അധികമൊന്നും. സോ I was trying to help as much as അത് തന്നെയല്ല, some people work in different shifts. Sometimes I had to, even though ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ I had to take them to go to work, So I'm still happy, I could help them, that's I'm so happy about it. അതുകൊണ്ട് ഞാനത് മിക്കവാറും ഓർക്കും. അങ്ങനെ പലരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു ആ സമയത്തൊക്കെ. അങ്ങനെയായിരുന്നു സെൻറ്റ് ജോസഫിലെ ലൈഫ്. ദേ വേർ വെരി നഴ്സ് ദേ വേർ വെരി ഗുഡ് എന്ന് തോന്നി പറയണ്ട. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് ദ കാർ. സോ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് സെൻറ്റ് ജോസഫ് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാനും ജൈനമ്മയും പിന്നെ തങ്കമ്മ, ഞങ്ങൾ 3 പേര് റൂംമേറ്റ്സാണ്. അതുകൊണ്ട് എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഒരു ദിവസം ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് രാത്രിക്ക് 11:30 കഴിഞ്ഞ് 3 to 11 അതൊക്കെ പോകുമ്പോൾ അന്ന് ഐസുണ്ട്. ഐസിനകത്തൂടെ ഒന്നും ഞങ്ങൾ അധികം ഡ്രൈവ് ചെയ്തിട്ടില്ല. ഐസിൽ കൂടെ ഈ നല്ല ഇങ്ങനെ പൊങ്ങി കിടക്കും. അതിനകത്ത് അന്ന് ഒരു രസമായിട്ടാണ്, അന്നൊന്നും അതിന് പേടിയില്ല, രസമായിട്ടാണ് പോകുന്നത്. അങ്ങ് തറപ്പിച്ച് അങ്ങ് വിട്ടുപോയി അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ
ഒരു മനുഷ്യനെ ആരാന്നറിയത്തില്ല, ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ ഫ്ലൂന്ന് വന്ന് ഞങ്ങളുടെ കാറിൽ ഇടിച്ചു. കാറിൽ ഇടിച്ച് വെച്ച് അവനങ്ങ് സ്ഥലം വിട്ടു. അന്നേരത്തേക്ക് സ്ഥലം വിട്ടു ആരാ എന്നാന്ന് കാണാനും പിന്നെ ലൈസൻസ് നോക്കാനോ എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അത് അന്നേരത്തേക്ക് ഞങ്ങൾ എന്നെ ആരെ വിളിക്കണമെന്ന് അറിയാൻ വയ്യ. ഓടി അടുത്ത് യാക്ക് ഇൻ ദ ബോക്സ് എന്നും പറഞ്ഞൊരു ഒരു ഇതുണ്ടല്ലോ, പിന്നെ അവിടെ ആ റെസ്റ്റോറൻറ്റ് സൈഡിൽ കയറി ഞങ്ങളുടെ കാർ അവരോടാ വിളിച്ച് പറയാം ഞങ്ങളുടെ കാർ ഇടിച്ചു. സംബഡി ഹീറ്റ് മൈ കാർ, ഹെൽപ്പ്. We didn't know who we call, അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞു call insurance people. Anyway, that's kind of interesting, ആ കാലത്തെ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നു. പിന്നെ ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. എന്നാ പറയുന്നത് അതുകൂടെ ഞാൻ പറയാം. ഞാൻ ഗാൽവെസ്റ്റോണിലായിരുന്നപ്പോൾ ഗാൽവെസ്റ്റോണിൽ ഞങ്ങൾ സ്പേസ് സെൻറ്റർ കാണാനായിട്ട് പിന്നെ ഫ്ലോറിഡയ്ക്ക് പോയി. അന്നാണല്ലോ ഓർക്കുന്നോ, പിന്നെ 1969 നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ ആസ്ട്രോണോട്ട് ആദ്യമായിട്ട് മൂണിൽ കാല് വെക്കുന്ന 1969 ഞാൻ വന്ന ആ വർഷമാണ്. അന്നേരം ആ സ്പേസ് സെൻറ്റർ കാണാനായിട്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പം ഉണ്ടായിരുന്ന കുഞ്ഞമ്മ എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ പേര് സഖറിയ എന്നാണ്, പിന്നെ കറിയാച്ച് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പുള്ളിക്കാരൻ അവരുടെ ഒരു ഫ്രണ്ട് അവിടെ എങ്ങാനും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൂടെ അവരുടെ കൂടെ കൊണ്ടുപോയി. അവർ തന്നെ എല്ലാ എക്സ്പെൻസ് കൊടുത്തെന്നുള്ളത്. അതായത് they were very nice to me, they took me to, എന്നിട്ട് ഞങ്ങൾ ഫ്ലോറിഡയ്ക്ക് പോയി. അത് വാസ് വെരി ഇൻട്രസ്റ്റിങ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഗാൾവെസ്റ്റണിൽ നിന്ന് ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് ഗാൾവെസ്റ്റൺ പോകുന്നത്. ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെങ്ങും പോയിട്ടില്ല. എനിവേ ഞങ്ങളങ്ങനെ ഫ്ലോറിഡയിൽ പുള്ളിക്കാരൻ്റെ കൂടെ പോയി. ഇങ്ങനെ 2.5 ദിവസത്തെ ഡ്രൈവിംഗ് ആയിരുന്നു. ഇടയ്ക്ക് ഹോട്ടലിൽ താമസിച്ചു. ഇവർ എൻ്റെ കൂടെ പോകുന്ന കുഞ്ഞമ്മ, അവർക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. അന്നേരം 2 പിള്ളേർ. ഒരു മൂത്ത കൊച്ചനെ 10-12 വയസ്സുണ്ട്, ഇളയ കൊച്ച് തീരെ കൊച്ച, അവന് 2-3 വയസ്സേ ഉള്ളൂ. ആ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ പോയി. അത് വാസ് വെരി വെരി ഇൻട്രസ്റ്റിങ്. അവിടെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. അവിടെ പോയി ആദ്യമായിട്ടാണ് ഈ സ്പേസ് സെൻറ്റർ പോയി കാണുന്നത്. ഇറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിങ്. ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. It was very very interesting. They were very nice to take me with them. അതാണ് എൻ്റെ ഫസ്റ്റ് കാഴ്ച. ഇവിടെ USA വന്നേ പിന്നെയുള്ള ഫസ്റ്റ് കാഴ്ചയാണ്. ഗാൽവെസ്റ്റോണിൽ അവിടെ പോയി. ആഡ് ചെയ്യണ്ടല്ലോ. ഓക്കെ, നാട്ടിൽ പോയി പലരും വിവാഹം കഴിച്ച അന്ന് ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നവരൊക്കെ. ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ December 22, 1972. 1973 ജൂണിൽ എൻ്റെ ഹസ്ബൻഡ് സണ്ണി, അല്ലെങ്കിൽ ഡോക്ടർ ജോൺ മാത്യു, പുള്ളിക്കാരന് 73 ഇവിടെ വരാൻ സാധിച്ചു. ജോലി അവിടെ നിന്നൊക്കെ വന്നതായതുകൊണ്ട് വളരെ പിന്നെ പഠിത്തവും നോർത്ത് ഇന്ത്യയിലൊക്കെ ആഹാരമൊന്നും ഇഷ്ടമല്ലാഞ്ഞത് കൊണ്ടൊക്കെ വളരെ 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 ക്ഷീണിച്ച ഒരാളായിരുന്നു അന്നേരം. എനിവേ ഇവിടെ വന്ന് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ താമസം തുടങ്ങി. അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പ്രിസ്റ്റൺ വില്ല അപ്പാർട്ട്മെൻറ്റ്. അതൊരു ഫേമസ് ആയി തീർന്നു അതിന് ശേഷം. ഇപ്പോൾ അത് വലിയ വിലയേറിയ റിവർ ഓക്സ് ഏരിയയിൽ റിവർ ഓക്സിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു വെച്ചാൽ മതിയല്ല. എനിവേ അവിടെ ഞങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോരുത്തർ വരുന്ന എല്ലാ ആൾക്കാരും പിന്നെ അവിടെ താമസിക്കുക. പക്ഷെ വളരെ അഫോർഡബിൾ, നല്ലൊരു അപ്പാർട്ട്മെൻറ്റും അഫോർഡബിളുമായിരുന്നു. അവിടെയാണ് ഞങ്ങൾ I think we stayed there 2 years, something like that. 1.5 years ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ചു. അവിടെ പല ഫ്രണ്ട്സ് പലരുണ്ടായിരുന്നു. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡുമാരൊക്കെ വന്നു. പിന്നെ ഹസ്ബൻഡുമാരെല്ലാവരും കൂടെ കൂട്ടായി, ആണുങ്ങളൊക്കെ കൂട്ടായി, എല്ലാവരും ഒക്കെ കാറുകളൊക്കെ മേടിച്ചു. പലരും നാട്ടിൽ നിന്ന് ഡ്രൈവിങ് പഠിച്ചു വരും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴും ഞാൻ ഡ്രൈവിങ് പഠിച്ചു വരണം, കുറേ പഠിക്കണമെന്ന് പറഞ്ഞു. കാരണം ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ. എന്നെപ്പോലെ ആയാൽ ഞാൻ എനിക്ക് യാതൊരു കാറ് സ്റ്റിയറിംഗ് വീലെ പിടിച്ചിട്ടില്ലാത്ത ആളാണ്. അതുകൊണ്ട് അങ്ങനെ
വരാതിരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പഠിച്ചു വരാൻ ഇവർക്കൊക്കെ എഴുതിയായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം വന്നവരെല്ലാം കുറേ പഠിച്ചാണ് വന്നത്. അതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. പിന്നെ അവരൊക്കെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അതൊന്നും വലിയ ഡിഫിക്കൽട്ടിയായ എല്ലാവർക്കും ആദ്യമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഡിഫിക്കൽട്ടാണ്. വലിയ പ്രയാസമില്ലാതെ അവരൊക്കെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തരോരുത്തർ അവരെ അങ്ങ് ആശ്രയിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്കുള്ള ശ്രമങ്ങളും അതും ഇതൊക്കെയായി. സോ ഐ ക്യാൻ കം നൗ.